ഹലോ ഫ്രണ്ട്സ്, വീക്കെൻഡാണ്. നമ്മൾ ലണ്ടനിനടുത്ത് ഷെർലി എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു വീട് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും താമസിക്കാൻ. അപ്പോൾ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി കിടന്ന് പാവം കോഴിക്കാല് എല്ലാം വറുത്ത് നമ്മൾ റെഡിയാക്കി കൊണ്ടുപോകാനാണ്. വണ്ടിയെ കയറി അപ്പോൾ നമ്മൾ പോകാൻ റെഡിയായി. കുഞ്ഞുവാവയാണ് എലിക്കുഞ്ഞ് നോക്കുന്ന പോലെ നോക്കി ഒരു 1.5 മണിക്കൂർ ഡർബിയിൽ നിന്ന് ഡ്രൈവ് ചെയ്തപ്പോൾ അവിടെ ചെന്നു. വീടാണിത്. അപ്പോൾ ഇമെയിൽ വഴി നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷനും തന്നിരുന്നു എങ്ങനെ വീട്ടിൽ കയറണമെന്ന്. അതിൻ്റെ നമ്പർ ബോക്സ് ഒക്കെ ഉണ്ട്, അതിനകത്ത് തുറന്ന് കയറി. ഇതാണ് ലോഞ്ച്. അത്ര വലിയൊരു ലക്ഷറി വീടൊന്നും ആയിരുന്നില്ല കേട്ടോ, പെട്ടെന്ന് എടുത്തതാണ്. ഈ വീഡിയോ ഇച്ചിരി ഇടാൻ താമസിച്ചു പോയി. എൻ്റെ നെഫ്യൂ വന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. 11 ചെയറേ ഉള്ളൂ, പക്ഷെ 18 പേരുണ്ട്. കുറേ പേർക്ക് തറ സീറ്റ് കൊടുക്കാം അല്ലേ. പിന്നെ കിച്ചൺ ആണെങ്കിൽ ഒരു വലിയ ഷോറൂം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. തൽക്കാലം എല്ലാം തട്ടിക്കൂട്ടല്ലേ, അപ്പം അതും അങ്ങനെ തന്നെ. പിന്നെ സിംഗിൾ റൂംസ് അല്ല കേട്ടോ, സിംഗിൾ ബെഡുള്ള റൂമൊക്കെ ഉണ്ടായിരുന്നു. 6 മുറി ഇട്ടായിരുന്നു കേട്ടോ. ഇത് ഡബിൾ ബെഡുള്ള റൂംസ് ഉണ്ട്. കോർണറിലൊരു റൂം ഉണ്ടായിരുന്നു കിച്ചണിൻ്റെ ഒക്കെ അപ്പുറത്തായിട്ടാണ്. അവിടെ നമ്മൻ്റെ ബാഗ് അങ്ങ് വെച്ചു. ഇത് നമ്മൾ വരുന്ന ഗസ്റ്റിന് കൊടുക്കാനാണ്. അവർ ഓൾറെഡി ലണ്ടനിൽ കറങ്ങുന്നുണ്ട്. വന്നിട്ട് ഡബ്ലിനിലൊക്കെ പോയപ്പോൾ 3-4 ദിവസമായി. വിത്ത് അറ്റാച്ച്ഡാണ്, ആകെ ഒരു അറ്റാച്ച്ഡേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അവർക്ക് തന്നെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അതിനോട് തൊട്ടടുത്തൊരു ബാത്ത് ടപ്പൊക്കെ ഉള്ളത്. ഹോസ്റ്റലിലൊക്കെ നിന്നവർക്ക് നല്ല പരിചയമല്ലേ ക്യൂ, അതുകൊണ്ട് ധൃതിയൊന്നും വെക്കണ്ട. പിന്നെ WC താഴെയുമുണ്ട്. ഇത് ബാക്ക് ഗാർഡനാണ്. ഇത് കുഷ്യനൊക്കെ ഉണ്ട്. എപ്പോഴും നമ്മളൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത വെതറായിരുന്നതുകൊണ്ട് ബാക്ക് ഗാർഡനിലൊക്കെ കളിച്ചു. കിച്ചണിൻ്റെ കോർണറിൽ തന്നെ ഇവിടെ ഒരു പൂൾ ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പനും മകളും തർക്കിക്കാൻ മിടുക്കരാണ് കേട്ടോ. അതുകൊണ്ട് 2 പേരും അങ്ങനെ ജീവിച്ചോളൂ. അപ്പം ഫോണിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരുണ്ട്. പിന്നെ പിള്ളേരൊക്കെ അതിൻ്റെ ബോളൊക്കെ പെറുക്കിക്കൊണ്ട് നടന്നാൽ പൈസ കൊടുക്കണം. വിശപ്പിൻ്റെ വിളി ഭയങ്കരമാണ്. കളിയൊക്കെ കഴിഞ്ഞപ്പം അങ്ങനെ കഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഓരോ കൂട്ടർ വന്നു. പിള്ളേരെയൊക്കെ എടുത്ത് നടക്കി മുത്തി വർത്താനമൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ അറിയുകയാണ്. നമ്മുടെ കഥാനായിക കുഴിമന്തിയുമായിട്ട് വന്നിട്ടുണ്ട്. അയ്യോ, പിന്നെ ഒന്നും പറയണ്ട. കുറേ പേരാണെങ്കിൽ പന്നിക്കുട്ടനെ വറുത്തുകൊണ്ട് വന്നു, കുറേ പേരാണെങ്കിൽ പൊത്തുകുട്ടനെ വറുത്തുകൊണ്ട് വന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഫ്രൈഡ് റൈസും ഉണ്ട്. അപ്പം നമുക്ക് തീറ്റ കുശാലാണ്. എൻ്റെ കോഴിക്കാല് എല്ലാം പോയി മറിഞ്ഞു. അത് പറഞ്ഞാൽ മതിയല്ലോ. വിശന്ന് പഞ്ഞം കടന്നിച്ച് വന്നൊരു തീറ്റ തുടങ്ങിക്കഴിഞ്ഞു. ബാക്ക് ഗാർഡനിലാണ് ഒരു ഇതൊക്കെ ഇട്ടുണ്ട് കേട്ടോ, ഒരു ഗ്രീൻ ആപ്പിള്. അത് പറിച്ച് തീറ്റയും എറിച്ചിലും ഒക്കെയാണ് എല്ലാവരും. പിന്നെ കൊച്ചിനെയും കൊണ്ട് വന്ന് ആപ്പിൾ പൈ തിന്നുന്നു. ട്രാഫിക്കിനെ കുറ്റം പറയുകയും അവരെ മര്യാദ പഠിപ്പിക്കുകയും ചെയ്യാണ്. പിള്ളേർ കണ്ണ് മറിഞ്ഞാൽ പുറത്തിറങ്ങി കളിയാണ്. നല്ല വെതറുമായിരുന്നു കേട്ടോ. കണ്ടോ, ആപ്പിൾ പറിച്ചെറിച്ചിലോ എറിയുകയാണ്. അവരൊന്നും കാണുന്നില്ല. പിന്നെ പിള്ളേരുണ്ടല്ലോ, തീരെ പൊടിക്കുഞ്ഞുങ്ങളെ ഇച്ചിരിയുടെ മുഴുപ്പുള്ള പിള്ളേർക്ക് കൊടുത്തേച്ച് അമ്മമാരിരുന്നു വർത്താനം പറച്ചിലും ഫോണേക്കള്ളലുമാണ്. ഇവരെയൊക്കെ പിടിച്ച് എന്നാ ചെയ്യണോ അല്ലേ. പിന്നെ ഞങ്ങളാണെങ്കിൽ അടുത്തുള്ള ടെസ്കോയിലേക്ക് കുറച്ച് സാധനം മേടിക്കാൻ പോയി. ഞാനാണ് കോർഡിനേറ്റർക്ക് പുല്ല് വിലയാണ്. ഞാൻ എൻ്റെ കരിപ്പ് കണ്ടോ, ഞാൻ അങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ രാജിവെച്ചു കേട്ടോ. ഇവർ ഓടി നടന്ന സാധനം മേടിക്കുന്നു. ഒരു കെട്ട് സാധനമായിട്ട് വന്ന് നിൽക്കുകയാണ്. രാത്രി ആയപ്പോഴത്തേക്കും ഇവരുടെ കസിൻ അവരെ കറക്കമൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നു. നാട്ടിൽ നിന്ന് പോയപ്പോഴേ കൊച്ചുവാദമില്ലായിരുന്നു. ഇപ്പം കൊച്ചുവാദം എൻ്റെ നെഫ്യൂവിന് പിടിച്ചു. നോക്കുകയും വൈറ്റ് ടോപ്പ് ഇട്ടത് ജെമിനിയുടെ ഫസ്റ്റ് കസിനാണ്. അങ്ങനെ അവരെല്ലാവരും വന്നു. വേഴാമ്പൽ മഴ കണ്ടുള്ള സന്തോഷമാണ് ഞങ്ങളെ കണ്ടപ്പം. അപ്പം ഫുഡ് കൊടുക്കണം. നമ്മുടെ എക്സ്പെരിമെൻ്റ് അവരോടെ പറ്റുള്ളൂ. രാവിലെ വിവരം അവരും അറിയട്ടെ, നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. അങ്ങനെ ഞാനും നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ചീട്ട് കളിയാണ്. ചീട്ട് കളിച്ച് തോറ്റാൽ എങ്ങനെ ഇരിക്കും? കലിപ്പാണ് എൻ്റെ മാനെ. കലിച്ചിട്ടൊന്നും കാര്യമില്ല. നേരം വെളുത്തതെ എല്ലാവരും അടുക്കളയിലോട്ട് കയറി കേട്ടോ. എല്ലാവരും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് വന്നവരൊക്കെ. അരങ്ങത്ത് നിന്ന് അടുക്കളയിൽ കയറി. എനിക്ക് കുഞ്ഞു പണിയാണ് കിട്ടിയത്. മുട്ടയ്ക്ക് തുരുമ്പ് പറിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രെഡ് ജാം തേക്കുക. ഒന്നും ചെയ്യാതെ ഹോളിഡേക്ക് ചുമ്മാ ഇരുന്ന് തിന്നുന്നവരും ഉണ്ട്, വെയിൽ കൊള്ളുന്നവർ അതങ്ങനെ. പിന്നെ ഇതൊന്നും പോരാ, ബ്രെഡ് വേണ്ട, ജാം വേണ്ട, മുട്ട വേണ്ട, അവർക്ക് പൊറോട്ട തന്നെ വേണം. ഇതാണ്ട് സോസേജൊക്കെ പല്ലിടിച്ചിരിക്കുന്ന ആർക്കും വേണ്ട. അങ്ങനെ ആരോഗ്യം നോക്കുന്നവർ ഒത്തിരി പേരുണ്ട്. താമസിച്ചേറ്റ് വന്നവരും കുറവല്ല, അവരും കഴിപ്പ് തുടങ്ങി. പിന്നെ എല്ലാവരും പള്ളിയിൽ പോകാൻ തുടങ്ങി. സൺഡേ ആയിരുന്നു. അപ്പം പിന്നത്തെ ചർച്ച എന്ന് വെച്ചാൽ ആരൊക്കെ ഏതൊക്കെ വണ്ടിയിൽ കയറുന്നു. എൻ്റെ കർത്താവേ, അമേരിക്കൻ പ്രസിഡൻറ്റ് പോലും ഇത്രയും കുലം കഴിച്ചതായിട്ട് ചിന്തിക്കുക. പിന്നെ എല്ലാവരും കയറി.
ഞങ്ങൾ പോയ പള്ളി, ഓഹോ സൂപ്പർ ഡൂപ്പർ എന്നൊക്കെ പറയല്ലേ, അത് തന്നെ. അത് കണ്ടപ്പോൾ ഞാൻ വായും പൊളിച്ച് മൂക്കിൻ്റെ ദാസാധാരങ്ങളും പിടിപ്പിച്ച് നിന്ന് പോയി. അതിൻ്റെ ആർട്ടോ ഒരു രക്ഷയുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്താണ് ഉള്ള ഗാർഡനോ, അയ്യോ വണ്ടിക്കൂലി മുടക്കി പോയതിനേതായാലും മുതലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നാവിഗേറ്റർ അമ്മച്ചി ശരിക്കും അങ്ങ് പറ്റിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ്ടാവും, ബിസിനസ്സാണ്, എവിടെ ചെന്നാലും ബിസിനസ് നോക്കാണ്. പിന്നെ നമുക്കറിയാമല്ലോ, ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഈ പഠിത്തം എല്ലാവരും നല്ലപോലെ പഠിച്ചിരുന്ന എവിടെ ചെന്ന് നിന്നേനെ. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ദാഹിക്കാൻ തുടങ്ങി. ബേബി ചെയറിലൊക്കെ പിള്ളേരെ കെട്ടി വെച്ചിട്ട് ഫുഡിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഫുഡ് വന്നു, പിള്ളേരുടെ സന്തോഷം കണ്ടോ, എല്ലാവരും കൂടെ ഒന്നിച്ച് കണ്ടപ്പോൾ ഉള്ള സന്തോഷമൊന്നും പറയണ്ട. ഞങ്ങളൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അയ്യോ എന്നെ പരവശിട്ടാ ചിലർ കഴിക്കുന്നതെന്ന് നോക്കി. ആ ഫുഡ് അങ്ങോട്ട് കൊടുക്കുന്നതും കണ്ടു, തീർക്കുന്നതും കണ്ടു. പിന്നെ റെസ്റ്റ് എടുക്കലാണ്. ഞങ്ങളപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ ഇരിക്കുന്നവരിക്കട്ടെ, നമുക്കെന്തായാലും ഫുഡൊക്കെ കഴിച്ച് പതുക്കെ പോയാൽ മതിയല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഈ രാത്രിയും കൂടെ ഉള്ളൂ. അതായത് ആ മൺഡേയിൽ നമ്മൾ വെക്കേറ്റ് ചെയ്യണം. എല്ലാവർക്കും ഓരോ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുമായിട്ടാണ് എൻ്റെ നെഫ്യൂ വന്നത്. ഷെയറിങ് ഈസ് കെയറിങ് അല്ലേ, ഒന്നും പറയണ്ട. അയ്യോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൺഡേ രാവിലെ ഞങ്ങൾ വീടൊക്കെ പൂട്ട് പോകണമല്ലോ. എത്രയാണേലും നമുക്ക് യാത്ര പറയുന്ന ഒരു സങ്കടം തന്നെയാണ് അല്ലേ. എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് വല്ലോടത്തും കഴിയാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് ഇനി കാണുന്നത് വരെ പിരിഞ്ഞ് തന്നെ നിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യണം.